മേഘ, CPM ഒരു മാതൃകാ പാർട്ടിയാണെന്ന് ഞാൻ പറയും. കാരണം തെറ്റ് തിരുത്തി വരുന്നവരെ മാലയിട്ട് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ CPM നേതാവായ MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയുമാണ്. അതായത് CPM-നെ വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് ഇവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ്. അതെ, എന്ത് തെറ്റ് തിരുത്തിയാണ് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പയ്യന്നൂരിലെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു രക്തസാക്ഷിയുടെ ഫണ്ടിൽ കൈയിട്ട് വാരിയവനെ ചൂണ്ടിക്കാണിച്ചതാണോ ചെയ്ത തെറ്റ്? അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന് പറഞ്ഞതാണോ തെറ്റ്? സ്ഥാനാർത്ഥിത്വം എന്തിനു നൽകി എന്ന് ചോദിച്ചതാണോ തെറ്റ്? അതോ ഇത് നടക്കില്ല എന്ന് പാർട്ടിക്കെതിരെ നിന്ന് നിലപാടെടുത്തതാണോ ചെയ്ത തെറ്റ്? അങ്ങനെ പല ചോദ്യങ്ങളും തിരിച്ചു ചോദിക്കേണ്ടി വരും. ഒരിക്കലും എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ട് പുറത്തു പോയൊരു വ്യക്തിയല്ല കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അത് പോരാത്തതിന് തെറ്റ് ചെയ്ത പലരും ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. പുറത്തു പോയവരാരും തെറ്റ് ചെയ്തിട്ടുള്ളവരല്ല. ഇപ്പോൾ ഈ TK ഗോവിന്ദൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ആയിക്കോട്ടെ, ഇവരാരും തെറ്റ് ചെയ്ത് പുറത്തു വന്നവരല്ല. നിങ്ങളുടെ നെറുകേടുകൾക്കെതിരെ, നിങ്ങളുടെ പക്ഷപാത നിലപാടുകൾക്കെതിരെ സംസാരിച്ചതിന് പുറത്തു പോയവരാണ്. അല്ലെങ്കിൽ ഇവരാരും ഒറ്റയടിക്ക് ഒരൊറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനത്തിന്റെ പുറത്തല്ല ഈ കൊഴിഞ്ഞുപോക്കുണ്ടായതും. ഇവർ കൃത്യമായി നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിൽ ഇത് വ്യക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട്, അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ എടുത്തുയർത്തുന്നു എന്ന തോന്നലുണ്ട്. ഈ പറഞ്ഞ എല്ലാ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറത്തു പോയവരാണ് ഈ പറഞ്ഞ എല്ലാവരും തന്നെ. അപ്പോൾ തിരുത്തേണ്ടത് ആരാണെന്ന് ശരിക്കും ചിന്തിക്കണം. ഇവിടെ തിരുത്തപ്പെടേണ്ടത് പാർട്ടിയാണ്, ഈ പറഞ്ഞ കൊഴിഞ്ഞുപോയ വ്യക്തികളല്ല. അവർക്ക് ആത്മാഭിമാനത്തിനും അന്തസ്സിനും വില കൊടുക്കുന്നത് കൊണ്ട് അവരവിടെ നിലനിന്നില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ പാർട്ടിയെ തിരുത്തണം. അപ്പോൾ MV ജയരാജൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു നിർത്തുകയാണ്, തിരിച്ചു വന്നാൽ ഞങ്ങൾ എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന്. ഇപ്പോൾ സഖാവ് രാഘവൻ തിരിച്ചു വന്നു എന്ന ഉദാഹരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും അതുപോലെ അല്ല എന്ന് മാത്രമേ തിരിച്ചു പറയാനുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റുകളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും അവകാശപ്പെട്ടുകൊണ്ടാണ് MV ജയരാജൻ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശരിക്കും ഈ MV ജയരാജൻ്റെ ഒരു പ്രൊസ്പെക്റ്റിലുള്ള സഖാക്കളാണോ ശരി, അതോ നമ്മുടെ V കുഞ്ഞികൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ TK ഗോവിന്ദൻ്റെയോ അല്ലെങ്കിൽ G സുധാകരൻ്റെയോ അവരുടെ ഭാഗത്തുള്ള ഒരു കമ്മ്യൂണിസമാണോ ശരിക്കും ജനങ്ങളോടൊപ്പം എന്ന് തോന്നിക്കുന്ന ഒരു കമ്മ്യൂണിസം? അത് ഏത് ഭാഗത്താണെങ്കിലും റിലേറ്റീവ് ആണ്. അതിൽ നല്ല എല്ലാ കാറ്റഗറീസിനെയും പോലെ തന്നെ പോസിറ്റീവായതും നെഗറ്റീവായതുമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ കുഞ്ഞികൃഷ്ണനെ പോലെ അല്ലെങ്കിൽ സഖാവ് G സുധാകരനെ പോലുള്ള വ്യക്തികളൊക്കെ പാർട്ടി വിട്ട് പുറത്തു പോയപ്പോൾ കേൾക്കേണ്ടി വന്ന അപമാന വാക്കുകൾ അല്ലെങ്കിൽ ഭീഷണി വാക്കുകൾ ചെറുതൊന്നുമല്ല. കുലംകുത്തി, വർഗവഞ്ചകൻ, ചെറ്റ, ഇതെല്ലാമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാർത്തി കൊടുത്ത മുദ്രകൾ. അതെ, ഇപ്പൊ ഇതിന്റെ പുറത്ത് കുറെ ആക്രമണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം മുറ്റത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നതിനെ പറ്റി ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ CPM എന്ന പാർട്ടിയിൽ നിന്ന് ഉള്ള പ്രവർത്തകർ അവിടെ പോയി പടക്കം പൊട്ടിക്കുന്നതും അന്തരീക്ഷം ഉണ്ടാക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവന ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ റിലേറ്റീവ് ആണ്. ഈ പാർട്ടിയിൽ നടന്ന കാര്യങ്ങളോട് ഒട്ടും യോജിപ്പില്ലാത്തത് കൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയുടെ കാര്യം എടുത്തു പറയണം. G സുധാകരൻ തോറ്റുപോകുമെന്ന് പറഞ്ഞ സഖാക്കളുണ്ട്. അയാളല്ല പാർട്ടി ഉള്ളത് കൊണ്ടാണ് അയാൾ ഉള്ളത് എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ആലപ്പുഴയിലെ UDF തരംഗം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം പാർട്ടിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെ പറ്റി എടുത്തു പറഞ്ഞാലും അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ അന്വേഷിച്ചു പോകുമ്പോൾ പാർട്ടി CPM-ൽ അഴിച്ചുപണി അല്ലെങ്കിൽ CPM-ൽ ഒരു തിരുത്തൽ ഉണ്ടാകണം, എന്നാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണിത്. അപ്പോൾ ഈ പുറത്തു പോയവർക്കല്ല പ്രശ്നം, നിങ്ങൾക്കാണ് പ്രശ്നം എന്ന് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അത് തിരിച്ചറിയാനുള്ള ഗ്രാഹ്യം ഉണ്ടാകണം. ആരാണ് തിരുത്തപ്പെടേണ്ടത്? ഇപ്പോൾ MV ഗോവിന്ദൻ തിരുത്തപ്പെടണം, പിണറായി വിജയൻ തിരുത്തപ്പെടണം എന്ന് പറയുന്ന നല്ലൊരു പക്ഷം സഖാക്കൾ ഇവിടെ ഉണ്ട്. അവർ പോലും പറയുന്നു പ്രശ്നം അവിടെ ആയിരുന്നു, നമുക്കായിരുന്നില്ല, പാർട്ടിക്കുമല്ല പ്രശ്നം,
ഈ കോക്കസ് ഗ്രൂപ്പിലുള്ള കുറച്ച് നേതാക്കൾക്ക് മാത്രമായിരുന്നു പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം വി ജയരാജനെ പോലുള്ള വലിയ സഖാക്കൾക്ക് ഇത് എന്നാണ് മനസ്സിലാവുക? മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ കൊട്ടാരക്കരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഐഷ പോറ്റി കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ് കെ എൻ ബാലഗോപാൽ ഈ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പ്രചരണ വേദിയിലേക്ക് ഇറങ്ങുന്നത് ഐഷ പോറ്റിയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ്. അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഐഷ പോറ്റി നമ്മൾക്ക് തന്ന ഇന്റർവ്യൂവിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, ഒരു ചതിയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ബാലഗോപാൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അല്ലെങ്കിൽ ഈ ഒരു ഐഷ പോറ്റിയെയും ചതിച്ച് അല്ലെങ്കിൽ അവരെ കടത്തി വെട്ടിയാണ് ഇപ്പോൾ മുമ്പ് മന്ത്രിസഭയിലും മന്ത്രിയായതും ഇപ്പോൾ ഈ ഒരു എം എൽ എ ആയിരിക്കുന്നതെല്ലാം ഒരു വലിയൊരു ചതിയിലൂടെയാണ്. ഇപ്പോ ഐഷ പോറ്റി നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ പണ്ട് മുതലേ മെന്റ് ചെയ്തെടുത്ത വ്യക്തിയൊന്നും അല്ല കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്നത്. അത് കൈരളി ടിവിയുടെ ഒരു പ്രൊപ്പഗാൻഡ ആയിരുന്നു. ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചാൽ നന്നായിരിക്കുമെന്ന് കൈരളി ടിവിയിലെ ഒരാൾ പറയുന്നു, അതുപോലെ ചെയ്യുന്നു എന്നത് മാത്രമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ മ്യൂച്വൽ ആയിട്ട് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കെ എൻ ബാലഗോപാലിന്റെ പ്രചാരണ വേളകളിൽ ഓടി നടന്ന് പ്രവർത്തിച്ച് ശേഷം ആശുപത്രിയിലായ വ്യക്തിയുടെ പേര് കൂടിയാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. അത്രയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പാർട്ടി വിടുന്നതിന് മുൻപും കെ എൻ ബാലഗോപാലിനോടും അതുപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടും ഒക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ എനിക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പാർട്ടി അത് കേട്ടിട്ടില്ല. കെ എൻ ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ ഐഷ പോറ്റി പാർട്ടി വിട്ട് പോകുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ ഐഷ പോറ്റിയുടെ വീട്ടിൽ ചെന്ന് എന്തോ ഓഫർ ചെയ്തു എന്നും അത് താല്പര്യമില്ല, എന്നെ അവഗണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ പോകാതിരിക്കാൻ എനിക്കെന്തോ തരുന്നത് പോലെയുമാണ് തോന്നിയതെന്ന് ഐഷ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ സാറിനോട് പോലും പറഞ്ഞിട്ട് കിട്ടാത്ത നീതി ഇനി എന്ന് തിരിച്ചു വരണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ ഒരു CPM എന്നുള്ള പാർട്ടിയിൽ പിണറായിസം എന്നുള്ള ഒരു വലിയൊരു ഫാക്ടർ. ഈ പുറത്തു പോയ 4 പേരുടെയും ഒരു പ്രധാന കോമൺ പോയിന്റ് പിണറായിസം എന്നുള്ള ഒരു പോയിന്റാണ്. ആ ഒരു പിണറായിസം അല്ലെങ്കിൽ ഈ ഒരു അന്ധമായ പിണറായി ഭക്തിയാണ് ഈ ശരിക്കും ഈ പാർട്ടിയിൽ നിന്നുള്ള വലിയ കൊഴിച്ചുപോക്കലിനും അല്ലെങ്കിൽ ഈ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്കും മൂല കാരണം. ഇപ്പോൾ അമ്പലപ്പുഴയിലെ ജി സുധാകരനെ സലാം, അതായത് മുൻ MLA രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്നു. അതായത് പിണറായിയുടെ ചെറുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല ജി സുധാകരന്. ഈ ജി സുധാകരനെ വിമർശിക്കാനും മാത്രം സലാമിന് എന്ത് യോഗ്യതയാണുള്ളത്, എന്ത് മോറൽ വാല്യൂ ആണ് ഈ സലാമിനുള്ളത്? ഇപ്പോൾ ജി സുധാകരനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പാർട്ടി വിട്ടു പോകണമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ CPM പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന വാശിയുടെ പുറത്ത് ചെയ്തതാണെന്നാണ്. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ജി സുധാകരനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് വ്യക്തമായ മൂല്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലാകെ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ അദ്ദേഹം തോൽക്കണമായിരുന്നു. അദ്ദേഹം തോറ്റില്ലല്ലോ. അദ്ദേഹം ജയിക്കുകയും നല്ലൊരു ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. അത് ആ ജില്ലയിൽ തന്നെ വലിയൊരു തരംഗമായി മാറുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അതെല്ലാം ഈ പാർട്ടിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം തന്നെയാണ്. പാർട്ടിയോട് ഇപ്പോഴും സ്നേഹമുള്ളവർ പോലും മാറ്റിക്കുത്തിയതിന് കാരണം എന്ന് പറയുന്നത് ഇനിയൊരു പിണറായി ഭരണം വരരുത് എന്നാണ്. പിണറായി 3.0 എന്നുള്ള ക്യാമ്പയിനാണ് ഈ പറഞ്ഞ വലിയ തോൽവിയുടെ ഒരു ചെറിയ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരാളെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നു എങ്കിൽ പോലും ഇത്രയും പരിതാപകരമാകില്ലായിരുന്നു സാഹചര്യം. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിരുന്നത് KK ശൈലജ ടീച്ചറിനെയാണ്. പക്ഷെ അവരെ മുഖ്യമന്ത്രിയാക്കുന്നതോ അല്ലെങ്കിൽ ഒരു മന്ത്രി പോലും ആക്കുന്നത് കണ്ടില്ല. ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പിൽ നിന്ന് അവരെ മാറ്റുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകുമായിരുന്നു. ഇത് കാണിച്ചിട്ട് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകാനല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാകുമായിരുന്നു. പിന്നെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തുടർഭരണം തന്നെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ മൂന്നാമതൊരു ഭരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇമ്പോസിബിൾ എന്ന് തന്നെ പറയണം. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് ഈ പറഞ്ഞ പിണറായിയുടെ പ്രശ്നം തന്നെയാണ്. പാർട്ടി കൊഴിഞ്ഞു പോകാൻ, ഇനിയും ഫർദർ ആളുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ, നിങ്ങളുടെ വിശ്വസ്തരായ നേതാക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുകൾ ഇതിനോടകം തന്നെ എടുക്കണം എന്നുള്ളതാണ്.